ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ വീണ്ടും പോറ്റിയെ ചോദ്യം ചെയ്യാനായുള്ള കളമൊരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾക്ക് അത്ര വേഗത വേണ്ട എന്നതാണ് മുകളിൽ നിന്നുള്ള കർശന നിർദ്ദേശം. ഇപ്പോഴത്തെ കേസില് ത്രികക്ഷി ഗൂഢാലോചന നടന്നതായും കൃത്യമായ ആസൂത്രണത്തിന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ചുമതലപ്പെടുത്തിയതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ SITക്ക് നേരത്തെ ലഭിച്ചിരുന്നു എങ്കിലും അവിടെ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയാവുകയായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാതിരിക്കുകയാണ്. ഒരു സർക്കാർ ഉന്നതനൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് അയ്യപ്പ സന്നദ്ധിയിൽ പെരുങ്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്നതാണ് കണ്ടെത്തൽ. ദേവസ്വം കമ്മീഷണർ ആയിരുന്ന N വാസുവായിരുന്നു ആസൂത്രകൻ, അതായത് ഇതിന്റെ സൂത്രധാരൻ. മുൻകൂട്ടി പറഞ്ഞിട്ടും സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ എക്സി ഓഫീസറുടെ നോട്ട് പിത്തളപ്പാളികൾ എന്നു തിരുത്താൻ വാസു തയ്യാറായതും ഉന്നതങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശം അനുസരിച്ചായിരുന്നു എന്നാണ് SITയുടെ നിഗമനം. ഈ സർക്കാർ ഉന്നതൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് SIT ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർ എന്ന നിലയ്ക്ക് തനിക്ക് അനുമതി നൽകണമെന്ന് കാണിച്ച് ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് സമർപ്പിച്ചിരുന്നു എന്ന പത്മകുമാറിന്റെ മൊഴിയെ തുടർന്ന് പോറ്റിയെയും കടകംപള്ളിയെയും ചോദ്യം ചെയ്യുമെന്നാണ് നിലവിൽ വരുന്ന വിവരം. പോറ്റി കടകംപള്ളിക്ക് സമർപ്പിച്ചു എന്ന് പറയുന്ന കത്ത് കണ്ടുകിട്ടാൻ സാധ്യത കുറവാണ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം സ്വർണം പൂശാനായി കൊടുത്തുവിടണമെന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള യാതൊരു രേഖകളും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ തലത്തിൽ വന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി എന്ന A പത്മകുമാറിന്റെ മൊഴിക്ക് സാധുത പകരാനുള്ള രേഖകളാണ് ആവശ്യം. എന്നാൽ വാക്കാലുള്ള നിർദ്ദേശം എന്നാണ് പത്മകുമാർ ഇതിനെ വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ ആശ്രയിച്ചായിരിക്കും കടകംപള്ളിയുടെ പങ്ക് നിശ്ചയിക്കുക. ലഭ്യമായ രേഖകൾ അനുസരിച്ച് സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ പത്മകുമാർ സ്വന്തം കയ്യക്ഷരത്തിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതായും അതിൽ തങ്ങൾ ഒപ്പിട്ടിരുന്നില്ല എന്നുമാണ് മറ്റ് രണ്ട് ദേവസ്വം അംഗങ്ങളും വ്യക്തമാക്കുന്നത്. ഭൂരിപക്ഷം പിന്തുണയില്ലാത്ത ഉത്തരവ് എങ്ങനെ പ്രാബല്യത്തിൽ വന്നു എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ബോർഡ് തീരുമാനം പ്രാബല്യത്തിൽ വരാൻ 2/3 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ എന്തുകൊണ്ട് നിയമ നടപടി അംഗീകരിക്കാൻ എതിർത്തില്ല എന്ന ചോദ്യത്തിനും തൃപ്തികരമായ വിശദീകരണം വേണ്ടതുണ്ട്. ഈ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയാണ്. ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം.